അതെ അതെ. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെയും ഒപ്പം തന്നെ സുകുമാരൻ നായരെയും ഇവര് ഇരിക്കുന്ന സ്ഥാനങ്ങളെയാണോ അങ്ങ് ബഹുമാനിക്കുന്നത്, ഈ വ്യക്തികളെ അല്ലേ? അല്ലല്ല, വ്യക്തികളോട് എന്താ അത് നോക്കുന്ന ബഹുമാനക്കുറവ്? വ്യക്തികളോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ ആരെയും കുറിച്ച് ഒരു മോശമായ വാക്കും പറയില്ല, പണ്ടും പറഞ്ഞിട്ടില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല, ഒരു മോശമായ വാക്കും പറയില്ല. നിങ്ങൾ എന്നെ കുറിച്ച് എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ പ്രായവും അവരിരിക്കുന്ന സ്ഥാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു വാക്കും മോശമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ വർഗീയതക്കെതിരായിട്ട് പറയും. വർഗീയത ആര് പറഞ്ഞാലും പറയും. എനിക്കെന്ത് സംഭവിച്ചാലും വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ഈ നിലപാട്. വ്യക്തിപരമായി നഷ്ടം വന്നാലും ഈ നിലപാടിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഞാൻ വെള്ളം ചേർക്കില്ല. ഈ വൃത്തികേട് കണ്ടിട്ട് അത് കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞു അടിക്കണം. ജയിച്ചു വന്നവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു മന്ത്രി കേരളത്തിൽ ഈ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ്, ജയിച്ചു വന്നവരുടെ ജാതി നോക്കുക, അവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുക. അത് കേട്ട് മിണ്ടാതിരുന്ന അതിൽ നല്ലത് ഇത് നിർത്തി വേറെ വല്ല പണിക്കും പോകുന്നു. അതിന് ഞാനില്ല, അതിനെ എതിർക്കുക തന്നെ ചെയ്യും. എതിർക്കും. അല്ല, അതൊന്നും എനിക്ക് വിരോധമില്ലെന്നേ. എന്നെക്കാളും മികച്ച എത്രയും നേതാക്കന്മാര് കോൺഗ്രസിലുണ്ട്. എനിക്ക് സന്തോഷമുള്ളൂ. എന്നെ താരതമ്യം ചെയ്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പുകഴ്ത്തി പറഞ്ഞ് എനിക്ക് സന്തോഷമുള്ളൂ. അവരൊക്കെ എന്റെ നേതാക്കന്മാരല്ലേ. രമേശ് ചെന്നിത്തല എന്റെ നേതാവാ. ഇപ്പൊ സംശയം എന്താ? അല്ല, അത് അവർക്ക് പറയാനേ. അവർക്കൊരാളെ വിമർശിക്കാം. ഞാനൊരു വർഗീയമായ നിലപാട് ഏതെങ്കിലും കാലത്ത് എടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാലോ. താങ്കൾ സാമുദായിക നേതാക്കന്മാരെ കാണാൻ പോകുന്ന കാര്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെ, നേരത്തെ എല്ലാം പരസ്യമായിട്ടല്ലേ പോകുന്നത്. അല്ല, നമ്പർ തന്റെ എന്റെ വാഹനം കേടായിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ട് എന്റെ ടയറിലെ എയർ തീർന്നിട്ട് വേറെ വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. കാക്കനാടുള്ള എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ട് വണ്ടി എടുത്ത് പോണ്. സിനഡിന്റെ ആസ്ഥാനത്ത് പോകാൻ വേണ്ടിട്ട് വേറെ വണ്ടി പോണതിന്റെ ദേഷ്യമാണ്. നിക്ക് അതിൽ തന്നെ പെട്ട എത്രയോ ബിഷപ്പ്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോ ഞാൻ താമരശ്ശേരി ബിഷപ്പിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വയനാട്ടിലെ പരിപാടിക്ക് പോയത്. എല്ലാ സ്ഥലത്തും പോകാറുണ്ട്. അതിനെന്താ ഞാൻ ഒരു സ്ഥലത്തും ഞാൻ പോവില്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഞാൻ പറഞ്ഞിരിക്കുന്നത് എവിടെയും എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയും എത്തും. ഞാൻ പണ്ട് പറഞ്ഞിരിക്കുന്ന ഒറ്റ വാചകമുള്ളൂ. അത് ഈ സമുദായ നേതാക്കളോടല്ല പറഞ്ഞേക്കണം, രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത്. അതായത് രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ച ഒരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, MLA ആയിരിക്കും. എന്താ പറഞ്ഞത്? അവരൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞത്. സമുദായ നേതാക്കൾ അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ, കിടക്കിടന്നു. അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത്. അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്നാ മതി. ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വാചകം. മനസ്സിലായ? ഞാൻ കിടക്കൂലല്ലോ അവരൊന്നും മുമ്പിൽ. ഞാൻ അവരുടെ മുമ്പിൽ ഇരിക്കുള്ളൂ. അവരിയ്ക്കാൻ പറഞ്ഞാൽ അവര് ഒരു നഷ്ടം ഉണ്ടാക്കില്ല. കോൺഗ്രസിന് വർഗീയതക്കെതിരായ നിലപാട് എന്താ? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നുണ്ടെന്ന്. ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? വർഗീയതക്കെതിരെയുള്ള പോരാട്ടമാണ് നടത്തുന്നത്, അല്ലെ? അവിടെ അദ്ദേഹം വർഗീയതക്കെതിരായിട്ട് പോരാട്ടം നടത്തുമ്പോൾ ഇവിടെ വർഗീയതയുമായി ഞങ്ങൾ സന്ധി ചെയ്താലാണ് കോൺഗ്രസിന് ദോഷം വരുന്നത്. അല്ല, ഞങ്ങൾ ആരുമായിട്ട് വഴക്കിടുന്നതാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിന്റെ മൊത്തം ലൈൻ അതാണ്. ഒരാളായിട്ട് വഴക്കിടാൻ പോകണ്ടെന്നാ. പക്ഷേ ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ അതിനെ എതിർക്കും. ഒറ്റ പോയിന്റിലേ ഉള്ള പ്രശ്നം. ഒറ്റ പോയിന്റില് ആര് വർഗീയത പറഞ്ഞാലും, ഏത് സമുദായ നേതാവോ ഏത് രാഷ്ട്രീയ നേതാവോ ആരും വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. അവർക്ക് അങ്ങനെയൊന്നും ഒരു പരാതിയില്ല. അവരങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു പരാതി ഇടപെടലിന് പിന്നിലെ പ്രസ്താവനകൾക്ക് പിന്നിൽ CPM-ന്റെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളോ ഉണ്ടായിട്ടുണ്ട്? അത് നിങ്ങൾ അന്വേഷിക്കാതെ നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമന്റിൽ എനിക്ക് കമന്റ് പറയാനുള്ളത് ഇതാണ്. ഞാൻ പറഞ്ഞ വാചകം, കേരളത്തിൽ ഒരു തീപ്പൊരി വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുന്ന നടപടിയാണ് CPM ചെയ്യുന്നത്. അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. കേരളത്തിലെ CPM-ന്റെ അവസാനത്തിന്റെ ആരംഭം ഇതുകൊണ്ട് കുറിക്കും. ഞാൻ ഈ പറയുന്നത് എഴുതി വെച്ചോ. ആർക്കാണ് ഇതിൻ്റെ അകത്ത് നഷ്ടം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എഴുതി വെച്ചോ. ഞാനീ പറയുന്നത് ഇന്ന് ചേന്നമംഗലത്ത് നിന്നാണ്, ഒരു പൈതൃക ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ, ചരിത്രത്തിൽ എഴുതി വെച്ചോ. ഈ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഈ CPM-ന്റെ ഈ വർഗീയവാദം അത് CPM-ന്റെ അവസാനത്തിന്റെ ആരംഭമായിരിക്കും. എഴുതി വെച്ചോ. എന്തെങ്കിലും ചരിത്രത്തിൽ ഞാനും അങ്ങനെയെങ്കിലും അറിയപ്പെടും.